നമസ്കാരം. ഞാൻ ഡോക്ടർ സുധാകരൻ നായർ പുനലൂർ. ഞാൻ കുറേ നാളുകളായി എൻ്റെ വീഡിയോസ് എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. ആദ്യം കുറേ കാലം ഞാൻ മെഡിക്കൽ പരമായ വിഷയങ്ങളെ അധികരിച്ച് ഒരു 250 പരം വീഡിയോസ് ഇട്ടു. അത് കഴിഞ്ഞ് ഹിന്ദു പുരാണങ്ങളെക്കുറിച്ച് 10-200 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ചു കാലം ഞാൻ വീഡിയോ ചെയ്യാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു കാലികമായ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അടുത്ത കാലത്ത് നമ്മുടെ കേരളത്തിൽ വെസ്റ്റ് നൈൽ ഫീവർ റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് നൈൽ ഫീവർ. അപ്പോൾ അതിനെപ്പറ്റി ജനങ്ങൾക്ക് കൂടുതൽ വലിയ ജ്ഞാനം ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം വളരെ റെയറായിട്ടുള്ള ഡിസീസാണ്. അപ്പോൾ അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് വെസ്റ്റ് നൈൽ എന്നുള്ള പേര് വരാൻ കാരണം? 1937 വെസ്റ്റ് നൈൽ ഡിസ്ട്രിക്റ്റ്, ഉഗാണ്ടയിലെ വെസ്റ്റ് നൈൽ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ത്രീക്കാണ് ആദ്യമായി ഈ രോഗം പ്രത്യക്ഷപ്പെട്ടത്. ഇത് സാധാരണ പക്ഷികളിൽ കാണുന്ന ഒരു രോഗമാണ്. കാക്കയുടെ വർഗത്തിൽപ്പെട്ട പക്ഷികൾക്കാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ക്യൂലെക്സ് മസ്കിറ്റോ ഈ കാക്കയെ അല്ലെങ്കിൽ ഈ പക്ഷികളെ കടിക്കുകയും അത് ഇൻഫെക്ഷൻ ആവുകയും ആ മസ്കിറ്റോ അതായത് കൊതുക് നമ്മളെ കടിക്കുമ്പോഴാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. സാധാരണ കൊതുക് കടിച്ച് ജാപ്പനീസ് എൻകഫലൈറ്റിസ്, സിക്ക വൈറസ് എന്നീ പറയുന്ന രോഗങ്ങളുമായി സാമ്യമുള്ളതാണ് ഇത്. ജാപ്പനീസ് എൻകഫലൈറ്റിസുമായിട്ടാണ് ജനറ്റിക്കലായിട്ട് കൂടുതൽ ഇതിന് സാമ്യമുള്ളത്. അത് പ്രധാനമായിട്ട് ബേഡ്സിനാണ് ഈ അസുഖം കാണുന്നതെന്ന് കണ്ടുപിടിച്ചത് 1953. 1997 കുറച്ചുകൂടെ അതൊക്കെ അതിന് മുമ്പ് നമ്മൾ വന്ന സൂക്കേടുകൾ വളരെ മൈൽഡായിരുന്നു. സീരിയസ് ആയിട്ടുള്ള ഒരു എൻകഫലൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഓഫ് ദി ബ്രെയിൻ എന്നാണ് അർത്ഥം. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനിനെ കവർ ചെയ്തിരിക്കുന്ന ചർമ്മം, അതായത് മെനിഞ്ചസിന് വരുന്ന ഇൻഫെക്ഷനാണ് നമ്മൾ മെനിഞ്ചൈറ്റിസ് പറയുന്നത്. ആ ബ്രെയിനിൻ്റെ സബ്സ്റ്റൻസിൽ വരുന്ന ഇൻഫെക്ഷനാണ് എൻകഫലൈറ്റിസ് എന്ന് പറയും. എൻകഫലോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ബ്രെയിൻ എന്നാണ്. അപ്പോൾ ഇസ്രായേലിലാണ് സിവിയറായിട്ട് എൻകഫലൈറ്റിസും പരാലിസിസും ഉള്ള ഈ രോഗം പക്ഷികളിൽ നിന്ന് മനുഷ്യരിലേക്ക് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് 1997. അപ്പം അതിനുശേഷം ലോകത്തിലെ പല രാജ്യങ്ങളിലും ഈ ഇൻഫെക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1999 അമേരിക്കയിൽ ആദ്യമായി ന്യൂയോർക്കിൽ ഈ അസുഖം വന്നത്. അപ്പോൾ 99 അമേരിക്കയിൽ മൊത്തത്തിൽ 2010 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷനിൽ ആഫ്രിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ ഇത്രയും രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പ്രദേശങ്ങളിലോ ഭൂഖണ്ഡങ്ങളിലോ ഈ രോഗം വ്യാപകമാണ്. ഇനി ഇതിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് കൊതുകിൽ നിന്ന് പക്ഷികൾക്കാണ്. പക്ഷികളെ കടിക്കുന്ന കൊതുകിൽ നിന്ന് വീണ്ടും മനുഷ്യരിൽ വന്നാൽ അതൊരു എൻ പോയിൻ്റാണ്. മനുഷ്യരെപ്പോലെ ഈ രോഗം വരാൻ സാധ്യതയുള്ളത് കുതിരയ്ക്കാണ്. അപ്പോൾ കുതിരയ്ക്ക് രോഗം വന്നാലും മനുഷ്യന് രോഗം വന്നാലും പിന്നെ അത് പകരത്തില്ല. വളരെ വളരെ അപൂർവമായിട്ട് മനുഷ്യർക്ക് പകരാം. എങ്ങനെയെന്ന് വെച്ചാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തത. ഇപ്പം ഈ ക്യൂ ഫീവർ അല്ല, ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 80% പേഷ്യൻസിനും വലിയ സിംറ്റംസ് ഒന്നും കാണത്തില്ല. ചെറിയ ഒരു വൈറൽ പനി, ജലദോഷം, മൂക്കടപ്പ്, തലവേദന, ശരീരം വേദന, അങ്ങനെയുള്ള സാധാരണ വൈറൽ ഫീവറുടെ ലക്ഷണം മാത്രമേ 80% പേഷ്യൻസിന് കാണത്തുള്ളൂ. ആ സമയത്ത് അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ അവരുടെ അണുക്കൾ മറ്റേ പേഷ്യൻസിന് കൊടുക്കാം. അതുപോലെ ഗർഭിണിയായ അമ്മയ്ക്ക് ഈ വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് പകരാം. അതായത് ട്രാൻസ്ഓർവേറിയൻ ട്രാൻസ്മിഷൻ. അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് മിൽക്കിൽ കൂടെയും പകരാം. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ വൈറൽ ഫീവർ ഉണ്ടെങ്കിൽ, ഈ വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടെങ്കിൽ പാൽ കുട്ടുന്ന അമ്മയാണെങ്കിൽ അത് കുഞ്ഞിനും പകരാം. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നു. ഇപ്പോൾ കിഡ്നി, ലിവർ അങ്ങനെയൊക്കെയുള്ള അവയവങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ ആ രോഗിക്ക് ഈ വെസ്റ്റ് നൈൽ ഫീവർ ഉണ്ടെങ്കിൽ അത് പകരാം. ഇതൊക്കെ റെയർ ചാൻസാണ്. സാധാരണഗതിയിൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല. ഇനി ഈ വൈറസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് RNA വൈറസാണ്.
ജാപ്പനീസ് എൻകഫലൈറ്റിസുമായിട്ട് സാമ്യമുള്ള ഒരു ആർബോ വൈറസ്. ആർബോ വൈറസ് എന്ന് വെച്ചാൽ ആർത്രോപോഡ് ബോൺ വൈറസ്. ആർത്രോപോഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മസ്കിറ്റോയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് RNA വൈറസാണ്. ഫ്ലാവി വൈറയുടെ ഫാമിലിയിലുള്ളതാണ് ഈ വൈറസ്. സിക്ക വൈറസുമായിട്ടും ജാപ്പനീസ് എൻകഫലൈറ്റിസുമായിട്ടുമൊക്കെ വളരെ സാമ്യമുള്ളതാണ്. അടുത്തത് സൈൻസ് ആൻഡ് സിംറ്റംസ്, അതായത് എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ. രോഗലക്ഷണങ്ങൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് വെസ്റ്റ് നൈൽ ഡിസീസ്, അതായത് 80% രോഗികൾക്കും ഒരു സിംറ്റംസും കാണത്തില്ല. ചെറിയൊരു ജലദോഷമോ പനിയോ മാത്രം കാണും. സിംറ്റംസ് എന്ന് പറയുന്നത് സാധാരണ ഫീവർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, തലവേദന, ഭയങ്കരമായ ക്ഷീണം, ബോഡി പെയിൻ, ശരീരമാസകര വേദന, പിന്നെ ചില പേഷ്യൻസിന് റാഷസ് കാണും. ഇതെല്ലാം ഡെങ്കു ഫീവറിനും മറ്റുള്ള എല്ലാ വൈറൽ ഫീവറിനുമുള്ള പൊതുവായ രോഗലക്ഷണങ്ങളാണ്. പിന്നെ ഈ റാഷസ് കൂടുതലും ട്രങ്കിലാണ്, എന്ന് വെച്ചാൽ വയറിലെ നെഞ്ചത്തൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ചില പേഷ്യൻസിന് ലിംഫിനോട്, അതായത് കടലയ്ക്ക് വീക്കം ഉണ്ടാവാം. ഇനി 20% പേഷ്യൻറ്റിലാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എൻകഫലൈറ്റിസ്. എൻകഫലൈറ്റിസ് വെച്ചാൽ ഞാൻ പറഞ്ഞു ബ്രെയിനകത്ത്, തലച്ചോറിനകത്ത് വരുന്ന ഇൻഫെക്ഷനാണ്. അതിൻ്റെ രോഗലക്ഷണം എന്ന് പറഞ്ഞാൽ സിവിയർ ഹെഡേക്ക്, അതിഭയങ്കരമായ തലവേദന, നെക്ക് റിജിഡിറ്റി, അതായത് ഈ പേഷ്യൻ്റെ ചിൻ ഈ നെഞ്ചത്തോട്ട് തൊടാൻ പറ്റത്തില്ല, അത്ര ഭയങ്കര പെയിനായിരിക്കും. അതുപോലെ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റത്തില്ല. അതിന് നെക്ക് റിജിഡിറ്റി എന്ന് പറയും, നെക്ക് സ്റ്റിഫ്നെസ്. അത് മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണമാണ്, എൻകഫലൈറ്റിസിൻ്റെ ലക്ഷണമാണ്. പിന്നെ പേഷ്യൻ്റ് കുറേ നാൾ കഴിയുമ്പോൾ സ്റ്റൂപ്പർ എന്ന് വെച്ചാൽ അബോധാവസ്ഥയിലോട്ട് പോവുക, ഡിസോറിയൻറ്റേഷൻ, പിന്നെ വെരി ഹൈ ഫീവർ, അതായത് ടെമ്പറേച്ചർ ക്രമാതീതമായി ഉയരുക, കോമ എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥ, കൺവൾഷൻ ജന്നി പോലെ വരിക, അതിൻ്റെ പരാലിസിസ്. അതായത് 150 പേഷ്യൻസിൽ 1 എന്നുള്ള കണക്കിനാണ് എൻകഫലൈറ്റിസ് ആണ്. 1 in 150 കേസസ് ഡെവലപ്പ് കോംപ്ലിക്കേഷൻസ്. ഇനി പ്രത്യേകിച്ചും കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത് ഓൾഡ് ഏജ്, പ്രായം 70-80 വയസ്സുള്ള ആളുകൾക്ക്, പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻറ്റ്, ഉദാഹരണം HIV പേഷ്യൻറ്റ് അല്ലെങ്കിൽ എയ്ഡ്സിൻ്റെ പേഷ്യൻസ്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ പേഷ്യൻറ്റ് ഈ ഇമ്മ്യൂണോ സപ്രസീവ് തെറാപ്പി മരുന്ന് കഴിക്കാറുണ്ട്. രോഗപ്രതിരോധ ശക്തി, അവരുടെ ഇമ്മ്യൂണിറ്റി, അതായത് റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി, മറ്റൊരാളിൻ്റെ അവയവം എടുത്ത് വെച്ച ആളുകൾ റിജക്ഷൻ വരാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മരുന്ന് കഴിക്കും. അത് അവരുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കുകയും അവർക്ക് ഈ രോഗത്തിൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ഇനി ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് രോഗം വരാനുള്ള കാലതാമസത്തിൽ, അതായത് വൈറസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തി രോഗം പ്രത്യക്ഷപ്പെടാൻ വേണ്ട സമയത്തിനാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് 3 to 14 ഡേയ്സാണ്, 3 ദിവസം തൊട്ട് 14 ദിവസമാണ്. അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു വൈറൽ ഫീവറിൻ്റെ ലക്ഷണമാണ്. എൻകഫലൈറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പോലും നമ്മൾ എങ്ങനെയാണിത് വെസ്റ്റ് നൈൽ ഫീവർ എന്ന് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ പ്രത്യേകത, ഒന്ന് എലീസ ടെസ്റ്റ് ഉപയോഗിച്ച് IgG ആൻറ്റിബോഡീസ്, അതായത് വെസ്റ്റ് നൈൽ ഫീവറിനെതിരായിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ IgG ആൻറ്റിബോഡീസ് 1 വർഷം വരെ കാണും. അതായത് 0 കൺവേർഷൻ, അതായത് ഒരു പ്രാവശ്യം നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ ടൈറ്റർ ഒരാഴ്ചയോടെ കഴിഞ്ഞ് വീണ്ടും നോക്കുക, അപ്പോൾ ടൈറ്റർ കൂടുകയാണെങ്കിൽ അത് വെസ്റ്റ് നൈൽ ഫീവറാണെന്ന് ഊഹിക്കാം. അതുപോലെ IgM ആൻറ്റിബോഡീസും ചിലർക്ക് കൂടും. ഇനി RT-PCR, അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറേസ് ചെയിൻ റിയാക്ഷൻ, അങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ട് PCR. അപ്പോൾ RT-PCR ഉപയോഗിച്ച് നമുക്ക് വൈറസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതല്ല, വലിയ ലബോറട്ടറിയിൽ ഈ ഐസൊലേഷൻ ഓഫ് ദ വൈറസ് ഉണ്ട്. വൈറസിനെ തന്നെ നമുക്ക് നേരിട്ട് കൾച്ചർ ചെയ്യുകയും അതിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പരിശോധനയ്ക്ക് എടുക്കുന്നത് ബ്ലഡ് മാത്രമല്ല, CSF, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അതായത് നട്ടലിനകത്തുള്ള ഫ്ലൂയിഡാണ്. ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ഈ ഫ്ലൂയിഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് ചില ചേഞ്ചസ് കാണും. അതിനകത്ത് നമുക്ക് IgM ചെയ്യാം, പിന്നീട് ഇമ്മ്യൂണോഫ്ലൂറസൻസ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യാം, എലീസ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാം. ഈ വൈറസ് ഉണ്ടെങ്കിൽ അതിനെ ഐസൊലേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഡയഗ്നോസ്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, സ്പെസിഫിക്കായിട്ട് ട്രീറ്റ്മെൻറ്റൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ആൻറ്റിവൈറൽ ഏജൻറ്റ് ചിലർ കൊടുക്കും. സപ്പോർട്ടീവ് മെഷേഴ്സാണ്. സപ്പോർട്ടീവ് മെഷേഴ്സ് പേഷ്യൻറ്റിൻ്റെ സിംറ്റംസ് അനുസരിച്ച് പേഷ്യൻറ്റിനെ IC യൂണിറ്റിലോ വല്ലതും കിടത്തി IV ഫ്ലൂയിഡ് കൊടുക്കുക. റെസ്പിറേറ്ററി സപ്പോർട്ട്, ചിലപ്പോൾ പരാലിസൊക്കെ വന്നാൽ, ശ്വാസത്തിന് തടസ്സം വന്നാൽ ശ്വാസം കൊടുക്കുക, ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞ് പ്രിവെൻഷൻ ഓഫ് സെക്കൻഡറി ഇൻഫെക്ഷൻ, കാര്യം ഈ വൈറൽ ഇൻഫെക്ഷൻ വരുമ്പോൾ രോഗപ്രതിരോധ ശക്തി ക്രമാതീതമായി കുറയുകയും അത് വന്ന് മറ്റ് രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കും.
ഇതൊക്കെയാണ് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഫീവർ ഉണ്ടെങ്കിൽ ഫീവറിൻ്റെ മരുന്ന് കൊടുക്കും, വൊമിറ്റിംഗ് ഉണ്ടെങ്കിൽ വൊമിറ്റിങ്ങിൻ്റെ മരുന്ന് കൊടുക്കും, അങ്ങനെയൊക്കെയാണ്. സ്പെസിഫിക്കായിട്ട് വെസ്റ്റ് നൈൽ ഫീവറിന് ഒരു ചികിത്സയില്ല. വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ, നോ വാക്സിൻ. പിന്നെ ഈ ഇതിനകത്ത് ഏറ്റവും നല്ലത് പ്രിവെൻഷനാണ്. ക്രോ എന്ന് വെച്ചാൽ ഈ കാക്ക പോലുള്ള പക്ഷികളെ അകറ്റി നിർത്തുക. പിന്നെ കുതിരകൾക്ക് വരാൻ സാധ്യതയുണ്ട്, മനുഷ്യർക്ക് വരാം. അപ്പോൾ കുതിരയുടെ ലായത്തിൽ നിന്ന് കാക്കകളെ അകറ്റി നിർത്തുക. പിന്നീട് ഈ കുതിരയ്ക്കും മനുഷ്യർക്കും ഈ അസുഖം വന്നാൽ അത് അവിടെ കൊണ്ട് അവസാനിക്കും. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ കുതിരയിൽ നിന്ന് കുതിരയിലോട്ടോ പകരത്തില്ല, അവിടെ വെച്ച് ആ വൈറസ് തീരും. അപ്പോൾ പ്രിവെൻഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് വെക്റ്റർ കൺട്രോളാണ്. ക്യൂലെക്സ് മസ്കിറ്റോയാണ് ഇത് കടിക്കുമ്പോഴാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ ക്യൂലെക്സ് മസ്കിറ്റോ പ്രിവെൻഷൻ നമ്മളെല്ലാ മലേറിയയിലും ഫൈലേറിയയിലും എല്ലാം മസ്കിറ്റോ വെക്റ്റർ കൺട്രോൾ. വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഈ പകർച്ചവ്യാധി ഉള്ള കൊതുകിനെയാണ് വെക്റ്റർ എന്ന് പറയുന്നത്. അത് മസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കാം, അതായത് പിന്നെ ഗുഡ് നൈറ്റ് പോലത്തെ തിരി ഉപയോഗിക്കാം, പിന്നെ മസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ക്യൂലെക്സ് മസ്കിറ്റോയെ പ്രിവെൻറ്റ് ചെയ്യുക, വെള്ളം കെട്ടിക്കിടക്കുന്നത് അവോയ്ഡ് ചെയ്യുക, ഡ്രൈ ഡേ ആഘോഷിക്കുക. നമ്മളെ വീട്ടിനകത്ത് തന്നെ ഉപയോഗിക്കാത്ത ക്ലോസറ്റിൽ, പിന്നെ മുറ്റത്തൊക്കെ കിടക്കുന്ന ചിരട്ട, ചെറിയ പാത്രങ്ങൾ, ഈവൻ റബ്ബർ തോട്ടത്തിലെ ഈ ചിരട്ടയ്ക്കകത്തൊക്കെ ഈ മസ്കിറ്റോ കാണും. അപ്പം നമ്മൾ സാധാരണ ഡെങ്കി പനിക്കുള്ള പ്രിവെൻഷൻ തന്നെയാണ് ഇതിൻ്റെ ഈ പ്രിവെൻഷൻ. അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമാണ് ഈ വെസ്റ്റ് നൈൽ ഡിസീസ്. ആഫ്രിക്കയിൽ നൈജീരിയയിലുള്ള വെസ്റ്റ് നൈൽ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യം ഈ രോഗം പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് വെസ്റ്റ് നൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇതൊരു ആർത്രോപോഡ് വൈറൽ ഇൻഫെക്ഷനാണ്. ജാപ്പനീസ് എൻകഫലൈറ്റിസുമായിട്ട് സാമ്യമുള്ള ഒരു രോഗമാണ്. ഇത്രയുമാണ് എനിക്ക് വെസ്റ്റ് നൈൽ ഡിസീസിനെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ വിശ്വസിക്കുന്നു. താങ്ക് യു.